ഗേസ് അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഒരു സ്പെഷ്യലായിട്ടൊരു ഐറ്റംസാണ് കേട്ടോ. നമ്മളെല്ലാവരും പഴം ഉള്ളിൽ തേങ്ങയൊക്കെ നിറച്ചിട്ടല്ലേ അങ്ങനെ വേവിച്ചെടുക്കാറ്. ഇതാ അങ്ങനത്തെ ആ ഒരു ടേസ്റ്റിൽ നല്ല രുചിയായിട്ടൊരു ഐറ്റംസാണ് കേട്ടോ. അതിലോട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട്, മൈദ ഒരു കപ്പ് ഒഴിച്ചു, പഞ്ചസാര ആവശ്യത്തിന്, സാൾട്ട് ഉപ്പും ആവശ്യത്തിന് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചങ്ങാണ്ട് അങ്ങ് അടിച്ചെടുക്കണം കേട്ടോ. ഭയങ്കര കട്ടിയും വേണ്ട ലൂസും വേണ്ട കേട്ടോ. എന്താ അങ്ങനെ ഇതേ ഒരു പരുവത്തിൽ വേണം അടിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, മാവിൻ്റെ ഒരു കട്ടി. അങ്ങനെ ഇതാ തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പഴം എടുത്തു, സ്ലൈസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ സ്ലൈസ് അല്ലാതെ കട്ട് ചെയ്തു. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ദോശൻ്റെ മേലെ ഫില്ല് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ കുറച്ച് പാടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. അങ്ങനെ ആ പഴത്തിന് ആ നെയ്യിലങ്ങ് വാട്ടിയെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ എല്ലാ പഴത്തിനും അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ്. വീട്ടിലൊന്നുമില്ല, പഴം മാത്രം, പഴം 2 ചേരുവ മാത്രം മതി ഇതിന്. നമ്മുടെ വീട്ടിലുള്ളൊരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിന് തയ്യാറാക്കാൻ. അപ്പോൾ ഇതാ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പഴത്തിനെ അങ്ങ് മാറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ ദാഹമായിട്ട് നെയ്യും ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ആ ഒരു ചട്ടിയിൽ തന്നെ അങ്ങനെ ദോശ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ ആ മാവ് അരച്ച് വെച്ച മാവില്ലേ, അത് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മേലെ ഈ പഴത്തിന് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ തേങ്ങയും വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ മാവിൽ നമ്മൾ പഞ്ചസാര ഇട്ട കാരണം മേലെ പഞ്ചസാര അങ്ങ് വിതറി കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ വെന്തു, മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയാണ്. ഇനി ആ പഴത്തിനെ അങ്ങ് മടക്കണം കേട്ടോ. നീളത്തിലല്ലേ പഴം കിടക്കണം, അതേ ഷേപ്പിൽ മടക്കുക കേട്ടോ. ഞാൻ തിരിച്ച് മടക്കാൻ അങ്ങ് നോക്കി, അപ്പോൾ അത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ പഴം കിടക്കണം അതേ ലെവലിലേക്ക് അങ്ങ് മടക്കിയെടുക്കുക. എന്നിട്ട് അതിനങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റുമാണ്. നല്ല വിരുന്നുകാരൊക്കെ വന്നു കൊടുത്താൽ നമുക്കൊരു ഐറ്റംസ് വിഭവമാണ് കേട്ടോ. വളരെ അങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ. ഭയങ്കര ചൂടായാലും അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടോ. ഈ ഒരു ഐറ്റംസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളിയല്ലേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.